നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ എന്തുകൊണ്ടാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യം മുതൽ കാണിക്കാത്തത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമാണ്. നമുക്കറിയാം, മാനന്തവാടിയിലെ അജീഷിനെ ഒരു മോഴയാന കൊലപ്പെടുത്തി. ബേലൂർ മഗ്ന എന്ന മോഴയാന കൊലപ്പെടുത്തി. അജീഷ് ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അജീഷായിരുന്നു. പിതാവ് പ്രായമുള്ള ഒരാളാണ്. ഒരു മകള് ഒരു മകന് പറക്കമുറ്റാത്തവരാണ്. അജീഷ് ആ കുടുംബത്തിന് അത്താണിയായിരുന്നു. ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഇപ്പോൾ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മനുഷ്യർ പാലിക്കേണ്ട ചില സമചിത്തതയോടെ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇവിടെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനോ ആരെയെങ്കിലും മോശമാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാണിക്കുന്ന ഈ വീഡിയോ ചാനലുകാർ 30 സെക്കൻഡിന് ശേഷം, അതിൻ്റെ തുടക്കത്തിൽ ക്യാമറ 1, അതിൻ്റെ 30 സെക്കൻഡിന് ശേഷമാണ് ചാനലുകാർ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 വിഷ്വൽസ് ഇവിടെ കാണിക്കും. അതിൽ ഒന്നാമത്തെ വിഷ്വൽസ് ചാനലുകാർ നമ്മളെ കാണിച്ചതാണ്. ആ വിഷ്വൽ 30 സെക്കൻഡ് കഴിഞ്ഞാണ് ചാനൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് അവിടെ എന്താണ് നടന്നത് എന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ക്യാമറ 1-ലുള്ള ആ ദൃശ്യത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. നിശബ്ദമായി നിൽക്കുകയാണ്. ഞാനിത് ക്രോപ്പ് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അജീഷ് കൊല ചെയ്യപ്പെട്ട ആ വീടിൻ്റെ ദൃശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നുണ്ട്. കഴുത്തിലൊരു തോർത്തൊക്കെയുണ്ട്. കള്ളിമുണ്ടാണ് വേഷം. ഒരു പയ്യൻ കൂടെ, അപ്പുറത്തൊരു ചുമല ഷർട്ടുള്ളയാൾ, വേറൊരാൾ ഓടി വരുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ആ ഒരു പയ്യൻ തിരിച്ചോടി വീടിൻ്റെ ഗേറ്റിൽ വരുന്നു. വേറൊരാൾ കയ്യിലെന്തോ ഒരു വെള്ളക്കള്ളാസിൽ എന്തോ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഈ പയ്യൻ തീപ്പെട്ടി ചോദിച്ചു എന്നാണ്. അവിടെ ഇപ്പോൾ ഓടി വരുന്നു 2 പേര്. അതിലൊരാളെ നിങ്ങൾക്കറിയാം. അപ്പോൾ തീപ്പെട്ടി ഇതാ പയ്യൻ വാങ്ങുന്നു. തീപ്പെട്ടി വാങ്ങുന്നത് തിരിച്ച് അവരോടുന്നൊരു ഭാഗമാണ്. ഞാനത് ക്രോപ്പ് ചെയ്താണ്. തിരിച്ചോടുകയാണ്. കണ്ടോ, അദ്ദേഹം അജീഷ് ചാടി മുറ്റത്തേക്ക് വേണ്ട ആനയുടെ ഭാഗമുണ്ടല്ലോ, ആനയുടെ അവിടെ കണ്ടല്ലോ പൊള്ളിയിട്ടുണ്ട്. പള്ളയ്ക്ക്, കാലിൻ്റെ വലതുകാലിൻ്റെ പള്ളയ്ക്ക് പൊള്ളിയിട്ടുണ്ട്. ഇനി ക്യാമറ 2ലേക്ക് ക്ഷണിക്കുകയാണ്. ക്യാമറ 2-ലുണ്ട് അജീഷ് പാവം വീഴുന്നു. ആന പുറകെ. അപ്പോൾ ആന പ്രൊവോക്കേറ്റഡ് ആണ്. ചെറിയ നട കയറി വന്നു. ഇനിയും ഞാൻ മറ്റൊരു 2ാമത്തെ വീഡിയോ ഇവിടെ ആദ്യ ഭാഗം കാണിക്കാം. ഒരാൾ ആനയെ എറിയുന്നത് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ആ ദൃശ്യത്തിലേക്ക് വീണ്ടും നിങ്ങൾ ഒന്ന് കടന്നു വരിക. ക്യാമറ 2 ആണ്. കണ്ട, ഒരാൾ എറിയുന്നു. ആ വഴിയെ വന്ന് ആനക്കിട്ട് എറിയുന്നു. അജീഷ് അവിടെ ചാടിക്കിടക്കുന്ന നമുക്ക് കാണാം. നിങ്ങൾ കേട്ടോ, ആന കയറി വരുന്നു. അപ്പോ നമുക്കറിയാം, സ്വാഭാവികമായും നമ്മൾ ചാനലിലൊക്കെ, ഏഷ്യാനെറ്റ് ചാനലിൽ കാണിച്ചിരുന്നു. 2ാമത് തീപ്പെട്ടി ചോദിച്ചിരുന്നു. സ്വാഭാവികമായും ആന അവിടെ നേരത്തെ അതിലുണ്ടായിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ആനയ്ക്ക് പൊള്ളലേറ്റു. മോഴയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പില്ല എന്നേ ഉള്ളൂ. കൊമ്പനാനയും പിടിയാനേക്കാളൊക്കെ അഗ്രസീവായ ആനയാണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠം ആദ്യം പറയട്ടെ. വന്യജീവി സംഘർഷത്തിൽ ഒട്ടേറെ ജീവൻ പൊലിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ജീവനും പൊലിയുന്നുണ്ട്. നമ്മൾ ആനകളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ വന്യജീവികളുമായി കാടിനടുത്ത് താമസിക്കുന്ന ജനങ്ങൾ, അവരെ ബോധവൽക്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കുറെ നിയമങ്ങൾ നമ്മുടെ മുമ്പാകെ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കലാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. അതുവഴി അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ കാടിനടുത്ത് താമസിക്കുന്ന ആൾക്കാർ, ഇപ്പം നമുക്കറിയാം, ആനയെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ
ഓണടിക്കും. അല്ലെങ്കിൽ കാറിലാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങൾ കാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് കാടിനകത്തുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഓണടിക്കും, ബഹളം വെക്കും, റേസ് ചെയ്യും വണ്ടി. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ആനകൾക്ക് ശബ്ദം ഇഷ്ടമല്ല. അപ്പോ അവ പ്രൊവോക്കേറ്റഡ് ആവും. അപ്പൊ ഇങ്ങനെ നമ്മൾ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒരു ആന വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം ഓഫ് ചെയ്യണം, ഓണടിക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ ആന വാഹനത്തിനടുത്ത് വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണപദാർത്ഥം ഉണ്ടെങ്കിൽ എറിഞ്ഞു കൊടുത്താൽ ആന അതിന്റെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ സമചിത്തതയോടുകൂടി വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയാണിത്. നമുക്ക് മനസ്സിലാവും റീലൊക്കേഷൻ ആണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണം. ലോകത്ത് പരാജയപ്പെട്ട ഒരു സിസ്റ്റമാണ് റീലൊക്കേഷൻ. കാരണം എന്താണ്? ആന ഒരു ടെറിട്ടോറിയൽ ജീവിയാണ്. തൻ്റെ ടെറിട്ടറി ആന മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജന്തുശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർക്കറിയാം. അല്ല, അത്തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആ ആനകൾ ഒരിക്കലും തങ്ങളുടെ കൂട് വിട്ട് മറ്റൊരു കൂട് തേടുകയില്ല. അപ്പൊ അരിക്കൊമ്പന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവം. പക്ഷേ അരിക്കൊമ്പന് വേണ്ടി അവര് ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നല്ല എഫേർട്ടാണ്. അതോടൊപ്പം നല്ല പണം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട്. അപ്പോ ഇവർ ജീവിച്ച സാഹചര്യത്തിലേക്ക് അവർ തിരിച്ചു വരും. ആനകൾ വളരെ സെൻസിറ്റീവാണ്. മനുഷ്യരെ പോലെ തന്നെ വൈകാരികതയുള്ള. അവർ കരയും, അവർ വിശക്കുമ്പോഴും അവർക്കറിയും. അവർ സന്തോഷം വന്നാൽ അല്ലെങ്കിൽ ദുഃഖം വന്നാൽ വിരഹം അവർക്ക് താങ്ങാനാവില്ല. വികാരമുള്ള വൈകാരികതയുള്ള ജീവിയാണ് ആനയും. വലുപ്പത്തിൽ വലുതാണെങ്കിലും നമുക്കറിയാം ആനകൾ സാധു ജീവികളാണ്. അവയെ പ്രൊവോക്കേറ്റ് ചെയ്യുമ്പോഴാണ്, ഇപ്പൊ ഞാനായാലും ചെന്ന് ആനയുടെ മുമ്പിൽ ചെന്ന് പ്രൊവോക്കേറ്റ് ചെയ്താൽ സ്വാഭാവികമായും നമുക്കറിയാം അവ പ്രതികരിക്കും. മനുഷ്യരെ പോലെ തന്നെയാണ്. മനുഷ്യരും അങ്ങനെയാണല്ലോ. ആരെങ്കിലും ഒരു സ്നേഹത്തോടെ പറഞ്ഞാൽ തിരിച്ച് സ്നേഹത്തോടെ മറുപടി പറയും. ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ തിരിച്ചു പറയും. പക, ആനയ്ക്ക് പകയുണ്ടോ? മനുഷ്യന് പകയുണ്ട്. മനുഷ്യനും പകയുണ്ടല്ലോ. നമുക്കെല്ലാം പകയുള്ളവരാണ്. ഇല്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പൊ ആനപ്പക, ആനയ്ക്ക് ഓർമ്മ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാപ്പാന്മാരെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ രഹസ്യമായി ചിലപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടാവാം ഈ പാപ്പാന്മാരെയൊക്കെ അവർ ഉപദ്രവിക്കുന്നത്. ആനകൾ എന്ന് പറയുന്നത് വന്യജീവികൾ എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് തന്നെയാണ്. വന്യജീവികളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട്. ആർട്ടിക്കിൾ മൗലിക അവകാശത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കടമയിൽ പറയുന്നുണ്ട്, 50G പറയുന്നുണ്ട്, ഓരോ വന്യമൃഗത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. കാരണം ഇത് പരിസ്ഥിതിയുടെ ഭാഗമാണ്. കാടില്ലെങ്കിൽ നാടില്ല. കാട് കയറാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പൊ മനുഷ്യരെ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കുന്നതോടെ നമുക്ക് ഒരു വിധത്തിലും യോജിക്കാൻ സാധിക്കില്ല. പക്ഷെ സാഹചര്യം എന്തുകൊണ്ടാണ് ഒരിക്കലും ഒരു വന്യജീവിയും കാടിറങ്ങി വരുന്നത് മനുഷ്യനെ ആക്രമിക്കാനല്ല. പിന്നെ എന്തിനാണ് വരിക? ഇപ്പൊ നമുക്കറിയാം ചൂടാ. ഇപ്പോൾ ആനകൾ ഇറങ്ങുന്നു, പുലികൾ ഇറങ്ങുന്നു. 2 പുലി ഇറങ്ങി, 2നെയും കൊന്നു. കെടിവെച്ചാണ് ലാസ്റ്റത്തെ പുലിയെ കൊന്നത്. അപ്പോ മയക്കുവെടി, അതിന്റെ ഡോസേജ് കൂടാം. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം ആഹാരം കഴിക്കാൻ നമ്മൾ പ്രാന്തായി പോകും. ഇപ്പൊ കാടുകളിനുള്ളിൽ വെള്ളമില്ല, കാടുകളിൽ തീറ്റയില്ല, കരിഞ്ഞു കിടക്കുകയാണ്. കാടുകളിൽ ഉഷ്ണമാണ്. ഇപ്പൊ ഈ ആനകൾ കൂടുതൽ ഇറങ്ങാൻ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഉഷ്ണം, വിയർപ്പ് ഉള്ള ജീവികൾ ആനകളാണ്. അപ്പൊ കാടുകളിൽ സ്വാഭാവിക കാടുകൾ ഇവിടെ വളരണം, സ്വാഭാവിക കാടുകൾ ഇവിടെ ഉണ്ടാവും, നാച്ചുറൽ ഫോറസ്റ്റ് ഇവിടെ വേണം. ഗവൺമെന്റ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനിയെങ്കിലും ഗവൺമെന്റ് തേക്കും ഈ മാഞ്ചിയും അക്കേഷ്യയും ഇങ്ങനെയുള്ള യൂക്കാലിപ്സ് മരങ്ങളൊന്നും വളർത്താൻ പാടില്ല. ഗവൺമെന്റിന് അതുകൊണ്ട് ലാഭം ഉണ്ടാവുന്നുണ്ടായിരിക്കും, പക്ഷേ അതിന്റെ 100 ഇരട്ടിയാണ് തിരിച്ച് ചെലവഴിക്കേണ്ടി വരിക. കാടും നാടും വേർതിരിച്ചുകൊണ്ട് ഫെൻസിങ് കെട്ടിക്കൊണ്ട് കുറെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും. പിന്നെ അവയ്ക്ക് അവിടെ ഭക്ഷണവും വെള്ളവും സുലഭമായി ലഭിച്ചാൽ ഒരു വന്യമൃഗവും നാടിലേക്ക് ഇറങ്ങി വരില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ അതിന് നമ്മൾ ഈ വേനൽക്കാലത്ത്, ഈ ചൂട് കാലത്ത് അവയ്ക്ക് കാട്ടിൽ നിൽക്കാനാവാത്ത സാഹചര്യ അന്തരീക്ഷമാണ്. അവയ്ക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഫോറസ്റ്റ് വളരാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. ഒരു അജീഷും ഇനി ഉണ്ടാകാൻ പാടില്ല. ആനകളെ പ്രകോപിപ്പിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് മനുഷ്യൻ പാഠം പഠിക്കണം. ഒരാന ഒരു നാട്ടിൽ വന്നാൽ നമ്മളെല്ലാം സൈലന്റ്. ആന വരുമ്പോഴേ കൂക്കി വിളിക്കുകയും ബഹളവും ഒക്കെ എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയല്ല അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ നിശബ്ദരായി നമ്മൾ വീട്ടിൽ കയറി ഇരുന്നാൽ, ഇപ്പൊ ഞാൻ ചെന്നാലും എന്നെ കൊല്ലും. നമ്മൾ അവിടെ ഇരുന്നാൽ
ഫോറസ്റ്റുകാർക്കറിയാം എങ്ങനെ അത് കൈകാര്യം ചെയ്യണം. അപ്പോ നമ്മൾ തന്നെ സ്വാഭാവികമായും പ്രതികരിക്കാൻ പോകുമ്പോഴാണ് അതിന്റെ പ്രൊവോക്കേഷനായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ അവബോധമാവാം, എനിക്കും നിങ്ങൾക്കും ആവാം. ഇത്തരത്തിലുള്ള അപകടങ്ങളിലൂടെ നമ്മുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇവിടെ ഒരു റീലൊക്കേഷൻ ഒരിക്കലും ശാശ്വതമല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുകൂട്ടാൻ ഒരിക്കലും നമ്മുടെ നിൽക്കില്ല. ആനകളും ഇതുപോലെ തന്നെ വിരഹവും സ്വന്തം സ്ഥലം മാർക്ക് ചെയ്യുന്ന ജീവികളാണ്. വേറൊരു കൂട്ടത്തോടൊപ്പം അത് ചേരില്ല. പ്രത്യേകിച്ച് റേഡിയോ കോൾ ഇട്ടാൽ ഇപ്പം കർണാടക ഹാസൻ എന്ന ജില്ലയിൽ നിന്നും റീലൊക്കേറ്റ് ചെയ്ത ആനകളാണ്. അതിലൊരു ആനയാണ് കണ്ണീർക്കൊമ്പൻ. നമ്മൾ കണ്ടല്ലോ, തണ്ണീർക്കൊമ്പൻ ചരിത്രം നമ്മൾ കണ്ടല്ലോ. ഒരു പാവമാനയാണ്, അത് ആരും പ്രൊവോക്കേറ്റ് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ മറിച്ച് മയക്കുമടി കഴിച്ചപ്പോൾ അത് സ്വാഭാവികമായും വെള്ളം കുടിച്ചിട്ട് ഒത്തിരി നാളായി കാണും. നമുക്കറിയാം, ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നാൽ വെള്ളം അവിടെ കിട്ടുമെന്ന് അവർക്കറിയില്ല. പക്ഷേ പച്ചപ്പ് കണ്ടാൽ അവർക്ക് കാണാം, ചിലപ്പോൾ അവർക്ക് ആഹാരം ലഭിച്ചെന്ന് വരും. പക്ഷെ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒരാന പുതിയ സ്ഥലത്ത് വന്നാൽ എവിടെയാണ് വെള്ളം കിട്ടുന്നതെന്ന് ആനയ്ക്കറിയില്ല. ആനയ്ക്ക് തമിഴ്നാട് ഏതാ, കർണാടക ഏതാ, കേരളം ഏതാന്ന് അറിയാൻ പറ്റില്ല. അവർക്ക് കൊടുത്ത IPC ഉണ്ടോ CRPC ഉണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. അവർക്ക് ഭക്ഷണം തേടി അവരിറങ്ങും. ഇപ്പൊ നമുക്കറിയാം, മൂന്നാർ പടയപ്പ വന്നിട്ട് ഭക്ഷണമാണ് തേടുന്നത്, ആരെയും കൊല്ലാൻ വരുന്നതല്ല. അപ്പൊ നമുക്ക് ഇനിയെങ്കിലും ഒരു മനുഷ്യജീവൻ ഇവിടെ പൊലിയാതിരിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ആനകളെ മയക്കുപൊടി വെക്കുന്നത് ഒന്നും, മയക്കുപൊടി വെച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ വീണ്ടും അത് അടുത്ത സ്ഥലത്തിറങ്ങും. കാരണം എന്താണ്, തന്റെ സ്വന്തം ദേശം കാണാതെ, തന്റെ സ്വന്തം ജന്മദേശത്തല്ലാതെ ഈ ആന അടങ്ങി നിൽക്കില്ല. അവിടെ തന്നെ ആനകളെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ റേഡിയോ കോളറൊക്കെ മാറ്റി ചിപ്പിടുന്ന കാലം എന്നെ അതിക്രമിച്ചിരിക്കുന്നു. പെട്ടെന്ന് കുറച്ച് നമുക്ക് അഡ്വാൻസ്ഡ് രാജ്യങ്ങളൊക്കെ ഈ റീലൊക്കേഷൻ ഉൾപ്പെടെയൊക്കെ അവർക്ക് അപരിഷ്കൃതമാണെന്ന് അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയി നമ്മൾ ചിന്തിക്കണം. അതുവഴി നമുക്ക് മനുഷ്യരുടെ ജീവൻ, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ നമുക്ക് സമ്പത്ത് തന്നെയാണ്. വന്യമൃഗങ്ങൾ കാടുമില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോ മൃഗങ്ങൾക്കും പ്രാണവായു ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. നമ്മെ പോലെ നമ്മുടെ പ്രാണവായു പ്രൊഡക്റ്റഡ് ആണ്. നമ്മുടെ ആഹാരങ്ങളെല്ലാം വിഷാംശം കലർന്നതാണ്. അപ്പോ ഇത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടെ ജാഗരൂകരായിക്കൊണ്ട് പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കണം. അപ്പോ നമ്മൾ പറയാറുണ്ട് കയ്യേറ്റം വ്യാപകമാണ്. ഓരോ ആനയെടുത്താൽ, ഓരോ വന്യമൃഗമെടുത്താൽ പെല്ലറ്റിന്റെ എണ്ണം എത്രയാണ് അവക്കറിയില്ലല്ലോ ഇത് മുതലാളിമാരുടെ തോട്ടമാണെന്ന്. അപ്പോ ഇവിടെ കയ്യേറ്റം എന്ന് പറയുന്നത് ഒഴിവാക്കണം. മന്ത്രി തന്നെ പറയുന്നുണ്ട്, ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞു, അവിടെ 5010 ഏക്കർ വനഭൂമി ഒഴിപ്പിക്കാനുണ്ട്. ഈ അടുത്ത നാളിൽ ചിന്നക്കനാലിൽ നിങ്ങൾ ആലോചിക്കണം, HNL സറണ്ടർ ചെയ്ത ഭൂമിയാണ് 1500 ഏക്കറോളമുണ്ട്. അത് വനഭൂമിയായി പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ സമ്മതിക്കില്ല. കാരണം ആ വനഭൂമി പകുതിയിലധികം ആൾക്കാർ കൈയേറി കഴിഞ്ഞു. പിന്നെ വനഭൂമി ഏക്കൽ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കണം. വനം അവർക്ക് വിട്ടുകൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. 3 തലമുറ മുമ്പ് വയനാടിനും ഇടുക്കിയിലും കുടിയേറി. അവരൊന്ന് വന്യജീവികളോടൊപ്പം ജീവിച്ചു. ഇത്രയും പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കയ്യേറ്റമാണ് ഇതിനുള്ള അടിസ്ഥാന കാരണം. ഇപ്പോ ഈ ഗവൺമെന്റിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതിന് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ചാനലിൽ തന്നെ ഈ ദൃശ്യം കാണിച്ചത് ആദ്യം 30 സെക്കൻഡിന് ശേഷമാണ് കാണിച്ചത്. അതെന്താണ് അതിന്റെ അജണ്ട എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ പറയും, ഫോറസ്റ്റുകാർ എന്തുകൊണ്ടാണ് ആനയെ പിടിക്കാത്തത്? ഫോറസ്റ്റുകാർ മനുഷ്യരാണ്. അവര് അതിമാനുഷ്യരൊന്നുമല്ല, അവർ റോബോട്ടുകളല്ല. അവർക്കും കുടുംബമുണ്ട്. അവരും നമ്മളെപ്പോലെ സാധാ മനുഷ്യർ തന്നെയാണ്. ആനയെ എത്ര സമയത്തിനകം പിടിക്കണം? കൊടുങ്കാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാശികളും നിർവാശികളും വെടിഞ്ഞ് കാര്യങ്ങളായി കണ്ട് പക്വതയോടെ കാര്യങ്ങളെ വീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വന്യമൃഗങ്ങൾ വേട്ടയാടപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യജീവനും ഇനി നാളെ മുതൽ ഇവിടെ പൊരിയാൻ പാടില്ല. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് സാധിക്കണം. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇരുട്ടുകൊണ്ട് ഓട്ടോ അടിച്ചിട്ട് കാര്യമില്ല. ശാശ്വത പരിഹാരമുണ്ട്.
കാടും നാടും നമ്മൾ വേർതിരിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ അവർക്ക് അവിടെ ഭക്ഷണവും വെള്ളവും സുലഭമായി ലഭിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നില്ല. അതിന് നമ്മൾ ഒത്തിരി ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അതിന് നമ്മൾ റോക്കറ്റ് കണ്ടുപിടിച്ച സയൻസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരത്തിലൂടെ റീലൊക്കേഷൻ തന്നെ അപകടമാണ്. റീലൊക്കേഷൻ അവസാനിപ്പിക്കണം. ഈ റീലൊക്കേഷനിലൂടെ ഒരാനകളും ആ റീലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് മനസ്സമാധാനം ഇരിക്കില്ല. അവർ അവരെ കൂട് തേടിക്കൊണ്ടേയിരിക്കും. അതല്ലേ സംഭവിച്ചത്? കർണാടകയിൽ നിന്ന് ആനകളെ ഇവിടെ റീലൊക്കേറ്റ് ചെയ്തുകൊണ്ടല്ലേ അജീഷിന് ജീവൻ കൊടുക്കേണ്ടി വന്നത്? അപ്പൊ ഇത് കാര്യങ്ങളെ കാര്യമായി കണ്ടുകൊണ്ട് വൈകാരികമായി പ്രതികരിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ ചില കർഷക സംഘടനകൾ ചില മറവിൽ നിന്നുകൊണ്ട് ഇത് മുതലെടുക്കുന്നുണ്ട്. സംശയം തിരിക്കുന്നു. അപ്പൊ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയോ ജനങ്ങളെ ജീവിക്കാനുള്ള സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന അവകാശത്തെയോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജനങ്ങളും വേണം, വന്യമൃഗങ്ങളും വേണം. ഇവിടെ നിയമങ്ങളുണ്ട്. ഇവ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാവണം. ഇപ്പോ ഈ ഏത് മൃഗത്തെ എടുത്താലും പെല്ലറ്റിന്റെ എണ്ണ ശരീരത്ത് അങ്ങനെ ഉപദ്രവിക്കരുത്, അവയെ ഓടിച്ചു വിടുക. അതല്ലെങ്കിൽ അതേ രീതിയിൽ പ്രൊവോക്കേറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സത്യസന്ധമായി ഇതിനെ കാണണം. വൈകാരികമായല്ല പ്രതികരിക്കേണ്ടത്. ഒരു ജീവനും ഇവിടെ പറയാൻ പാടില്ല. ഇനി മറ്റൊരു അന്വേഷണം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനിടയ്ക്ക് ചിലർ മുതലെടുക്കുന്നുണ്ട്. ആ മുതലെടുപ്പ് എന്തിനാണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, കയ്യേറ്റവും ഈ പറഞ്ഞ കുടിയേറ്റവും രണ്ടും രണ്ടാണ്. കുടിയേറിയവരെല്ലാം ജീവിക്കാൻ കുടിയേറിയവരാണ്. അവർ 3 തലമുറയ്ക്ക് മുമ്പ് കുടിയേറിയവരാണ്. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ടൂറിസത്തിന്റെ മറവിൽ ഉള്ള കയ്യേറ്റം, ടൂറിസം നടത്തരുതെന്ന് നമ്മൾ പറയില്ല. ടൂറിസം ആവശ്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ അവയെ സംരക്ഷിച്ചുകൊണ്ട്, കാടിന്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായാൽ എല്ലാവർക്കും നന്ന്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഈ എപ്പിസോഡ് ശ്രമിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി കാണും വരെ നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.